വടക്കൻ കേരളത്തിൽ പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ഗൃഹസന്ദർശനം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ സംക്രമം വരെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകൾ സന്ദർശിക്കുക. പഞ്ഞമാസമായ കർക്കിടകത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്തുവാനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം. സമീതെ പോയി കിടന്നോരു കിളറപ്പോൾ തിരഞ്ഞു കറഞ്ഞ പന്നിയെ തേടി പെരുവേണം പോയി പരുതിയെടുത്തു. പന്നിയെ കണ്ടു വിജയൻ മുമ്പിൽ ദ്രവിൽക്കിരാനന്ദാനരുൾ ചെയ്തു വിജയനോട് കൊണ്ട് പല പന്നി അടക്കി തിന്നത് പോലെന്റെ പന്നിയെ തന്നില്ലെന്ന അകിൽ കലഹമുണ്ടാകും എന്ന വചനം കേട്ടുടൻ പാർത്ത് കോപം മൂണ്ടു എന്നെ ശിവശിവ ഇവൻ ആരംഭിച്ചത് എന്ത് കോട്ടി മറയപ്പോ മഹാകാത്താള. ഉത്തര കേരളത്തിലെ പല ഭാഗത്തും ആടിവിടൻ തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട്. സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരം ഈ കുട്ടി തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. അർജുനനെ പരീക്ഷിക്കാനായി ശ്രീ പരമേശ്വരൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുചരന്മാരായി വേഷം മാറിയെത്തിയെന്നാണ് ആടിവേടന്റെ പിന്നിലുള്ള ഐതിഹ്യം. നിരന്തര പരീക്ഷണങ്ങൾക്ക് വിധേയനായ അർജുനന്റെ ദേഹാഹങ്കാരം തീർക്കുക എന്നതാണ് ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ലക്ഷ്യം. ഈ സമയത്ത് മൂകാസുരൻ എന്ന അസുരൻ വേഷം മാറി കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാനെത്തി. അവിടെ എത്തിയ വേടൻ രൂപത്തിലുള്ള മഹേശ്വരനും അർജുനനും ഒരേ സമയത്ത് മൂകാസുരനെ അമ്പെയ്യുന്നു. അമ്പേറ്റ് കാട്ടുപന്നിയായ മൂകാസുരൻ മരിച്ചു അസുര രൂപത്തിലായി മാറുന്നു. കാട്ടുപന്നിയെ കൊന്നതിന്റെ അവകാശ തർക്കമാണ് പിന്നീട് ഉണ്ടായത്. അർജുനനും വേടനും തമ്മിലുള്ള തർക്കം യുദ്ധത്തിൽ കലാശിച്ചു. കിരാത വേഷധാരിയുടെ അമ്പേറ്റ് അർജുനൻ ബോധരഹിതനാവുകയും ചെയ്തു. ഒടുവിൽ അർജുനൻ തിരിച്ചറിഞ്ഞു തന്റെ മുന്നിലുള്ള വേടനും വേടത്തിയും സാക്ഷാൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമാണെന്ന്. കാൽക്കൽ വീണ് നമസ്കരിച്ച അർജുനനെ ശ്രീ പരമേശ്വരൻ പാശുപതാസ്ത്രവും പാർവതി ദേവി വില്ലും നൽകുന്നു. ഇതാണ് വേടൻ പാട്ടിലെ ഇതിവൃത്തം. ആടിയും വേടനും വീടുകളിലെത്തിയാൽ കൊടികുത്തി വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വാരി വിതറുന്ന ജ്യേഷ്ഠകൾ മാറി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും അതിദേവതകളായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം. വേടൻ കർക്കിടകം 7 മുതലും ആടി കർക്കിടകം 16 മുതലുമാണ് വീടുകളിലെത്തുന്നത്. വേടൻ പാടിയതിനു ശേഷം കരിക്കട്ട കൊണ്ടുണ്ടാക്കിയ കറുത്ത കുരിശി ഉഴിഞ്ഞുമറിക്കും. പുതുതലമുറയിലെ കുട്ടികൾ പാരമ്പര്യം പിന്തുടരാനുള്ള വിമുഖത വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ നടപ്പാതകളിൽ ഈ തെയ്യം പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.